കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ എതിർപ്പ് തുടർന്ന് CPI. മന്ത്രിസഭ ആശങ്ക അറിയിച്ച CPI മന്ത്രിമാർ. ഫണ്ട് വാങ്ങിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്ന് മന്ത്രിമാർ യോഗത്തിൽ. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ബിനോയ് വിശ്വം. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പാക്കാനുള്ള കുറുക്കുവഴിയാണ് PM ശ്രീ പദ്ധതിയെന്നും ബിനോയ് വിശ്വം. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി സന്നിധാനത്തെത്തിയത് പമ്പയിൽ കെട്ടുനിറച്ച ശേഷം പ്രത്യേക വാഹനത്തിൽ. ദർശനം നടത്തിയത് കർശന സുരക്ഷയിൽ. ഭക്തർക്ക് പ്രവേശനമില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ 2025 പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. തീരുമാനമെടുത്തത് ഉദ്യോഗസ്ഥരെന്നും വിശദീകരണം. പ്രശാന്തിന്റെ മറുപടി, സ്വർണ്ണപ്പാളി കൊടുത്തത് ദേവസ്വം ബോർഡ് അറിഞ്ഞ് എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിൽ. മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിലെ സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ കേസ്. ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. പ്ലാന്റിന് 5 കോടിയിലധികം രൂപയുടെ നഷ്ടമെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും KC വേണുഗോപാലിന്റെ പ്രവർത്തനം. കേരളത്തിലേക്ക് വരുന്നത് കസേരയ്ക്ക് വേണ്ടിയല്ല എന്ന് KC വേണുഗോപാൽ. യുക്രൈൻ റഷ്യൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല. പാഴാകുന്ന കൂടിക്കാഴ്ച താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചതും ട്രംപ് തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യാപാര വിഷയങ്ങളടക്കം ചർച്ച ചെയ്തുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ്.